ഭക്ഷണശീലവും മനഃശുദ്ധിയും എന്ന പാഠ്യഭാഗവുമായിട്ടാണ് ഞാനിവിടെ ആഗതയായിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. അതിഭക്ഷണശീലത്വം മാർന്നവൻ തൻ്റെ പല്ലിനാൽ ശവക്കുഴി കുഴിക്കുന്നു, തനിക്കെന്നു നിനയ്ക്കണം. ജ്ഞാനികളും യോഗികളും നമുക്കുപദേശിച്ചു തന്നിട്ടുള്ള ഒരു ജീവിത മന്ത്രമുണ്ട്. കുറച്ച് ഭക്ഷിച്ച് കൂടുതൽ കാലം ജീവിക്കുക. ഈ മന്ത്രോപദേശം അക്ഷരം പ്രതി അനുസരിച്ച് ജീവിച്ചവരാണ് നമ്മുടെ പൂർവികർ. ദഹിക്കുന്നതാണ് ദേഹം. ശിര്യതേ ഇതി ശരീര, ശരീരം നശിക്കുന്നതാണ് എന്ന് പഠിപ്പിച്ച അവർ ജീവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേഹത്തെ ക്ഷേത്രം പോലെ പാവനമാക്കി സൂക്ഷിക്കണമെന്നും നമ്മെ ഉപദേശിച്ചു. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിഥ്യാതി ധീയതേ, ഏതത്തം വേത്തി തമ്പ്രാഗു ക്ഷേത്രജ്ഞ ഇതി തത്വിദഃ. ശരീരത്തിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും ആ സമ്പത്ത് നിലനിർത്താനും വർദ്ധിപ്പിക്കുവാനും സാത്വിക ആഹാരശീലങ്ങൾ പിന്തുടരണമെന്നും ഉപദേശിച്ചതും മറ്റാരുമല്ല. സുഖവും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. പക്ഷേ ശരീരം രോഗത്തിനും വാർദ്ധക്യത്തിനും മരണത്തിനും വിധേയമാണ്. മരണം അനിവാര്യമായതിനാൽ അത് സംഭവിക്കുന്നതുവരെ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടതുണ്ട്. ശാരീരിക ആരോഗ്യത്തിനോടൊപ്പം പ്രാധാന്യമുണ്ട് മാനസിക ആരോഗ്യത്തിന്. മനസ്സിനെ ശുദ്ധമാക്കി സൂക്ഷിക്കാതിരുന്നാൽ ശാരീരിക ആരോഗ്യം കൊണ്ട് പ്രതീക്ഷിക്കുന്ന ഫലം സിദ്ധിക്കില്ല. ഏതൊരാളുടെയും ഭക്ഷണശീലം അയാളുടെ മനസ്സിനെയും ചിന്തകളെയും സ്വാധീനിക്കുന്നുണ്ട്. ഭക്ഷണ നിയന്ത്രണം പാലിക്കുകയും അച്ചടക്കമുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്നവരിൽ സത് വിചാരങ്ങൾ വേരുറപ്പിക്കപ്പെടും. വിവേചനമില്ലാതെ ഭക്ഷണം കഴിക്കുന്നവരിൽ ദുർവിചാരങ്ങളും അധമവാസനകളും മുളച്ചു പൊന്തുക. വിശപ്പടക്കണമെന്നതാണ് പ്രാഥമികമായ ആവശ്യമെങ്കിലും വിശപ്പ് ശമിപ്പിക്കണമെന്ന് മാത്രമായി കരുതരുത്. ലക്ഷ്യം ഉയർന്ന അളവിലുള്ള ഭക്ഷണമല്ല, ഗുണമേറെയുള്ള സാത്വിക ആഹാരമാണ് അഭിലഷണീയം. സാത്വിക ആഹാരം എന്ന് പറഞ്ഞാൽ പാലും പഴവർഗ്ഗങ്ങളും പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നർത്ഥമല്ല. പക്ഷിമൃഗാദികളെ നോക്കുന്ന ലക്ഷക്കണക്കിന് ഇനങ്ങളുള്ള ജീവികൾ പ്രകൃതിയിൽ നിന്നും ആഹാരം സ്വീകരിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യനാകട്ടെ പ്രകൃതിയിൽ നൽകുന്ന പദാർത്ഥങ്ങളെ വിവിധ രീതികളിൽ മാറ്റി മറിച്ച് രുചിച്ച് ഏറിയ വാസനയും അതും ഇതും ചപ്പും ചവറും കൃത്രിമ സാധനങ്ങളും കലർത്തി വേവിച്ച് ജീവകങ്ങളുടെയും മറ്റു മൂലകങ്ങളുടെയും മൂല്യം ശോഷിപ്പിച്ചുമാണ് കഴിക്കുന്നത്. വായിലൂടെ അകത്താക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ മാത്രമല്ല, മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന പദാർത്ഥങ്ങൾ ഇന്ദ്രിയങ്ങളിലൂടെ ആഹാരത്തിൽ ലഭിക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണുകളിലൂടെ ശരീരത്തിന് ലഭിക്കുന്ന ഭക്ഷണം കാഴ്ചകളാണ്. നമുക്ക് ചുറ്റും എന്തെല്ലാം അധർമ്മ നീച നിന്ദ്യവുമായ ഹീനകൃത്യങ്ങൾ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നത്. ദുർവൃത്തികൾ പതിവായി കാണാനിടയാകുന്നത് അത്തരം ഭക്ഷണ കാരണങ്ങളിലേക്ക് സ്വയം ആകൃഷ്ടനാകാതിരിക്കാൻ അവയിൽ നിന്ന് ദൃഷ്ടി പിന്തിരിപ്പിക്കാൻ നല്ല കാഴ്ചകൾ കാണണം. ഇന്ന് മനുഷ്യർ സാത്വിക ആഹാരത്തിൽ നിന്നകന്ന് രജോ ഗുണപ്രദമായ ഭക്ഷണത്തിലേക്ക് കൂടുതലായി അടുത്തുകൊണ്ടിരിക്കുകയാണ്. മത്സ്യമാംസാദികൾ രജോ ഗുണമുള്ളവയായിരുന്നാൽ അവ ഭക്ഷിക്കുന്നവരിൽ രജോ ഗുണമേറിയിരിക്കും. മൃഗങ്ങളെ കൊന്ന് ഭക്ഷിക്കുന്നവരിൽ മൃഗസ്വഭാവം കടന്നുകൂടാൻ എളുപ്പമാണ്. കോപം, അസൂയ, പക തുടങ്ങിയ രജോ ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ് ലഹരി, മദ്യം, മയക്കുമരുന്ന്. ശരീരത്തേക്കാൾ ആദ്യം മനസ്സിനെയാണ് മലിനപ്പെടുത്തുന്നത്.